കേട്ടാൽ വളരെ സിമ്പിളെന്ന് തോന്നുന്ന ഒരു വലിയ തട്ടിപ്പ് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വീഡിയോസുകൾ ഷെയർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം ഒരു വലിയ പുരോഹിതന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷം രൂപ തട്ടിക്കൊണ്ടുപോയാൽ നമ്മളെ കേട്ടു. അത്രയും വിദ്യാഭ്യാസവും വിവരവുമുള്ള ഒരാളെയൊക്കെ പറ്റിക്കാമെങ്കിൽ സാധാരണക്കാരെ നമ്മളെയൊക്കെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ചെയ്യുന്നത്. എപ്പോഴും വേണം. പ്രത്യേകിച്ച് ഒരു പുതിയ കാലഘട്ടത്തിൽ നമ്മളൊക്കെ UPI ഐഡി അല്ലെങ്കിൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. ഒരു ദിവസം പെട്ടെന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ആരോ അയക്കുകയാണ്. ചിലപ്പോൾ 100, 500, 1000 രൂപയായിരിക്കാം. ആ കോള് വന്നതിന്, ആ ഒരു കാശ് വന്നതിൻ്റെ പുറകെ തന്നെ ഒരു കോള് നിങ്ങൾക്ക് വരികയാണ്. ക്ഷമിക്കണം, ചിലപ്പോൾ ഒരു പെൺശബ്ദമായിരിക്കാം. എൻ്റെ അറിയാതെ ഒരു 1000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ട്, ഒന്ന് തിരിച്ചയക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ ഓക്കെ ചെയ്യാന്ന് പറയും. ഒരു കാര്യം ചെയ്യണം, എനിക്ക് തിരിച്ചയച്ച് ഇച്ചിരി പണിയുണ്ട്. ഒരു ആപ്പിൻ്റെ പേര് നമുക്ക് പറഞ്ഞു തരും. ഏതെങ്കിലും ഒരു ആപ്പായിരിക്കും, അതുവഴി ഇട്ടാൽ ഉപകാരമായിരുന്നു എന്ന് പറയും. സ്ത്രീ ശബ്ദമായതുകൊണ്ടും സഹായം കുറച്ച് കൂടിയതുകൊണ്ടും നമ്മൾ അപ്പോൾ തന്നെ അത് തിരിച്ചിട്ട് കൊടുത്തു വരും. പക്ഷേ ഈ ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ആപ്പ് വഴി ചെയ്യുന്ന നിങ്ങളുടെ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പാസ്വേഡ് അടക്കം ആ ഒരു ആപ്പ് വഴി അയാളിലേക്ക് എത്തുകയാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തും. അതായത് നിങ്ങൾ നല്ല രീതിയിലൊരു തട്ടിപ്പിരയാകും. ഏതെങ്കിലും കാരണവശാൽ ആരെങ്കിലും നിങ്ങൾക്ക് അറിയാത്തവർ, നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും അറിയാതെ ഇട്ടാൽ കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കാശ് ട്രാൻസ്ഫർ ചെയ്യുന്നു, അയാൾ തിരിച്ചു വിളിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്, എനിക്ക് തിരിച്ചയക്കാൻ പറ്റുകയില്ല, ഒന്ന് നിങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അപരിചിതമായ അക്കൗണ്ടുകളിൽ നിന്ന് വരുന്ന ചെറിയ തുകകൾ തിരിച്ചയക്കുവാൻ, പ്രത്യേകിച്ച് അവർ പറയുന്ന ആപ്പുകളിലേക്ക് അയക്കുവാൻ നിൽക്കരുത്. ഒരു വലിയ തട്ടിപ്പാണ് ഇത്. പോലീസിൻ്റെ ഒരു അറിയിപ്പ് കൂടിയാണ്. ഇത്തരത്തിലുള്ള നിരവധി ആൾക്കാരാണ് പറ്റിക്കപ്പെടുന്നത്. നമുക്കറിയാം, പറ്റിപ്പിൻ്റെ പുതിയ പുതിയ വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ തട്ടിപ്പ്, കോടതി എന്ന് പറഞ്ഞ തട്ടിപ്പ്, വെർച്വൽ കോർട്ട് എന്ന് പറഞ്ഞ തട്ടിപ്പ്, സെക്ഷൽ വീഡിയോ എന്ന് പറഞ്ഞ തട്ടിപ്പ്, അങ്ങനെ തട്ടിപ്പിന് ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മളൊന്ന് പഠിച്ചു വരുമ്പോഴേക്കും പുതിയ തട്ടിപ്പിൻ്റെ മുഖങ്ങൾ ഇവർ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ പണം പോയിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുവാൻ വലിയ പാടാണ്. കാരണം വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇതൊക്കെ ചെന്നെത്തുന്നത്. മാത്രമല്ല, ഇതിൻ്റെ പ്രതികളെയൊക്കെ പിടിച്ചു കഴിഞ്ഞാലും നമുക്ക് പണം കിട്ടുവാൻ ഒരുപാട് താമസിക്കും, ചിലപ്പോൾ കിട്ടിയില്ല എന്നും വരും. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ തന്നെയാണ് ബെസ്റ്റ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള ഏത് കളികൾ, പ്രത്യേകിച്ച് ഓൺലൈനിൽ സംശയം തോന്നുന്ന ഒന്നിനും പിടികൊടുക്കാതിരിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഓൺലൈനിൽ കൂടെ വെർച്വൽ അറസ്റ്റോ വെർച്വൽ കോർട്ടോ അങ്ങനെ ഒരു പരിപാടിയും ഇല്ല. നിങ്ങൾക്ക് അത്തരത്തിലുള്ള അറസ്റ്റ് വല്ലതും വന്നാൽ നിങ്ങളുടെ വീട്ടിൽ പോലീസ് എത്തിക്കോളും, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇനി വരുന്ന പോലീസ് ആയാൽ കൂടി വീട്ടിൽ അവരുടെ ID ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. തട്ടിപ്പുകൾക്ക് പല മുഖങ്ങളുണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക.